CPM-മാരുണ്ടെന്ന് കരുതി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് ഇവിടുത്തെ വികസനം. അഴീക്കൽ പോർട്ട്, നമ്മുടെ PWD റോഡുകൾ, നമ്മുടെ ഇടവഴികൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ വികസനങ്ങൾ കാത്തിരുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളൊക്കെ കഴിഞ്ഞ 5 കൊല്ലം അനാഥമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് യാഥാർത്ഥ്യം. കാരണം എന്താണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ നിയമസഭ കൂടുമ്പോൾ മാത്രമേ ഞാൻ തിരുവനന്തപുരത്ത് പോവാറുള്ളൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. കാരണം മലബാറിന്റെയും ഉത്തര മലബാറിന്റെയും വികസന സങ്കല്പങ്ങളൊക്കെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ചുവപ്പ് നാടകളിലാണ്. അവിടെ ആ ജനപ്രതിനിധി അവിടെ പോയി അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ ഇടപെട്ട് അവനവന്റെ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരുന്ന വികസനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വികസനങ്ങൾ ശൂന്യമായിരുന്നു എന്നുള്ളതാണ്. അഴീക്കോട് വൻകുളത്ത് വയലിലെ CHC പൊളിച്ചു മാറ്റിയിട്ട് കൊല്ലം 4 കഴിഞ്ഞിട്ടും അവിടുത്തെ മണ്ണ് പരിശോധന പോലും പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. KM ഷാജി അദ്ദേഹത്തിന്റെ കാലയളവ് കഴിഞ്ഞു പോകാനാവുമ്പോൾ അദ്ദേഹം പാസാക്കി വെച്ച ഒരു പാലമുണ്ട് കല്ലൂരിയിൽ നിന്ന് നാറാത്തേക്ക്. 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു പാലം. ആ പാലത്തിന് ഷാജി പോയതിനു ശേഷം ഈ കഴിഞ്ഞ 5 കൊല്ലം അവിടെ ഒരു കല്ലിടാൻ പോലും, അതിന്റെ അലൈൻമെന്റ് പോലും ഒന്ന് മാറ്റി ക്ലിയർ ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വികസനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വരുമ്പോൾ ആ ഭരണത്തിന്റെ ഭാഗമാവുന്നതിന് വേണ്ടി അഴീക്കോട് മണ്ഡലവും തയ്യാറാവുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിന്റെ മായാത്ത അംഗീകാരം ഞങ്ങളുടെ പ്രിയങ്കരനായ സാരഥി അഡ്വക്കേറ്റ് കരീം ചേലേരിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഏണി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക.